നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രസിദ്ധമായ ദ ടെലിഗ്രാഫ് പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. കീബോർഡ് ഗറില്ലാസ് എന്നതാണ് അതിൻ്റെ ശീർഷകം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എഴുതിയതാണിത്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളോട് വിവിധ തലങ്ങളിലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ സ്വീകരിക്കുന്ന സമീപനങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് മലയാളി കൂടിയായ രാജഗോപാൽ ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിനെക്കുറിച്ചും ഇന്ത്യ ടുഡേ എഡിറ്റർ ഇൻ ചീഫ് അരുൺ പുരി മോഡിയെ വാഴ്ത്തുന്നതിൻ്റെയും വീഡിയോയെക്കുറിച്ചാണ് ആദ്യം വിശദീകരിക്കുന്നത്. തുടർന്ന് ഇലക്ട്രൽ ബോണ്ടിൻ്റെ സ്ഥിതിവിവരങ്ങൾ ശേഖരിക്കാൻ 10 സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ നടത്തിയ ശ്രമങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ദ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ഇൻ ചീഫ് ധന്യ രാജേന്ദ്രൻ എക്സിൽ കുറിച്ചതിനെക്കുറിച്ചും. ഈ 2 മാധ്യമപ്രവർത്തകരുടെ വിഭിന്നങ്ങളായ സമീപനങ്ങളാണ് കീബോർഡ് ഗറില്ലാസ് എന്ന കുറിപ്പിൽ ആർ രാജഗോപാൽ വിശകലനം ചെയ്യുന്നത്. മോദി മീഡിയ എന്നും ഗോദി മീഡിയ എന്നും മോഡിയ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇന്ത്യ ടുഡേയും സർക്കാരിനെതിരെ വസ്തുതകൾ വെച്ച് കടന്നാക്രമിക്കുന്ന ന്യൂസ് ക്ലിക്കും ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും സ്ക്രോളുമൊക്കെ വിശാലമായ അർത്ഥത്തിൽ മാധ്യമങ്ങൾ എന്ന പൊതുവിശേഷണത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ കൂട്ടർ അപകടകരമായ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുമ്പോൾ അവർക്ക് രക്ഷാധികാരികളില്ല. അരുൺ പുരിയുടേത് അടക്കമുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷാധികാരികളായുള്ളത് മോഡിയും അമിത്ഷായും ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ്. ഈ രാജ്യം അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുന്ന ഘട്ടത്തിൽ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് രാജഗോപാലിൻ്റെ ലേഖനം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയും ക്ഷുദ്രമായ പ്രാദേശിക വിഷയങ്ങളിൽ അഭിരമിക്കുകയും ചെയ്യുന്ന മലയാള മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായി റിലേറ്റ് ചെയ്യാനാവുന്ന ഉള്ളടക്കമാണ് ഈ ലേഖനത്തിലുള്ളത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടത് ദേശീയ വിഷയങ്ങളായ CAAയും ഇലക്ട്രൽ ബോണ്ടുമൊക്കെ ആണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ആ 2 കാര്യങ്ങളും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്നത് വളരെ ലളിതമായ ഉത്തരമാണ്. BJPക്ക് വേണ്ടി കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഭരണകക്ഷിയെ സുഖിപ്പിച്ച വ്യവസായികളുടെ പട്ടികയിൽ മനോരമ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മദ്രാസ് ടയർ ഫാക്ടറി അതായത് MRFും ഉണ്ട്. മാധ്യമങ്ങൾ പരിലാളിക്കുന്ന 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ജട്ടി സാബു എന്ന് വിളിപ്പേരുള്ള സാബു M ജേക്കബും ഉണ്ട്. രാജ്യം സമീപകാലം കണ്ട ഏറ്റവും ഭീമാകാരമായ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല. BJPയും കോൺഗ്രസും ഒട്ടനേകം രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ട ഒരു മെഗാ അഴിമതിയാണത്. പണ്ട് ബോഫോഴ്സ് തോക്കിടപാടും 10-12 വർഷം മുമ്പ് 2G സ്പെക്ട്രം അഴിമതിയും ചർച്ച ചെയ്ത അതേ തീവ്രതയിൽ രാജ്യത്തെയോ കേരളത്തിലെയോ മാധ്യമങ്ങൾ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ബോണ്ട് വാങ്ങിയതിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൈക്കൂലിയായി നൽകിയതിൻ്റെ വിശദാംശങ്ങൾ വന്ന ദിവസവും അതിനടുത്ത ദിവസവും മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് അഴിമതി. ന ഖാവുങ്ക ന ഖാനെ ദൂങ്ക, അതായത് അഴിമതി കാട്ടുകയില്ല, അഴിമതി കാട്ടാൻ അനുവദിക്കുകയുമില്ല എന്ന് ആവർത്തിച്ച് വീമ്പടിക്കുന്ന മോഡിയുടെ അഴിമതി വിരുദ്ധ മുഖം മൂടി വലിച്ചു കയറിയ സംഭവത്തിൻ്റെ വാർത്തകൾ പെട്ടെന്ന് നമ്മുടെ മറവിലേക്ക് പോയതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്നുകിൽ മാധ്യമ മുതലാളികൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളെ തീറ്റിപ്പോറ്റുന്ന കോർപ്പറേറ്റുകൾ, അതുമല്ലെങ്കിൽ അത്തരം കോർപ്പറേറ്റുകളുമായി ചങ്ങാത്തത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഇവയുടെയെല്ലാം മുഖം ഇലക്ട്രൽ ബോണ്ടിലൂടെ വികൃതമായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ചത്ത പോലെ കിടക്കാം എന്ന തന്ത്രം മാത്രമേ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയൂ. ഈ വിഷയത്തിൽ ചാനൽ ചർച്ച 1-2 ദിവസം മാത്രമാണ് നിലനിന്നത്. മനോരമ ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ MRF BJPക്ക് വേണ്ടി ബോണ്ട് വാങ്ങിയതിൻ്റെ കാര്യം CPIM പ്രതിനിധി K അനിൽകുമാർ ഉന്നയിച്ചു. എന്നാൽ അത് ഏതോ കമ്പനിയുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മുടന്തൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുന്ന അവതാരകയുടെ ദയനീയ ദൃശ്യം നമുക്ക് കാണേണ്ടി വന്നു. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ തയ്യാറാവാത്ത 2 കക്ഷികൾ മാത്രമേ രാജ്യത്തുള്ളൂ. അത് CPIMഉം CPIയുമാണ്. CPIM ആണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ നിയമയുദ്ധം നടത്തിയത്. ഇക്കാര്യങ്ങൾ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ട് കൈപ്പറ്റാൻ മാത്രം രാഷ്ട്രീയ സ്വാധീനം CPIMനില്ല എന്ന പച്ചക്കള്ളവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലടക്കം മാധ്യമപ്രവർത്തകരെ BJP വിലക്കെടുത്തിട്ടുണ്ട്. അതിന് തെളിവായി പല വാർത്തകളും നിരത്താനുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന BJP സ്ഥാനാർത്ഥിക്ക് ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന നർത്തകനുമായി ഫോണിൽ സംസാരിക്കാനും അത് മൈക്രോഫോണിലിടാനും അവസരമൊരുക്കുന്ന റിപ്പോർട്ടർ TVയുടെ ലേഖകനെ നമ്മൾ കണ്ടു.
മറ്റൊരു വാർത്ത നോക്കൂ. വയനാട്ടിൽ BJP കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചതിൻ്റെ വാർത്ത മലയാള മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കൂ. സുരേന്ദ്രനെ നിയോഗിച്ചത് നരേന്ദ്രമോദിയാണ് പോലും. മോഡി ഇങ്ങനെയൊരു മഹത്തായ തന്ത്രം സ്വീകരിക്കാനുള്ള കാരണവും മനോരമ പറയുന്നുണ്ട്. രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും പ്രചാരണത്തിൽ വയനാട്ടിൽ തന്നെ അദ്ദേഹത്തെ തളച്ചിടാനും വേണ്ടിയാണത്രേ. കുറേ കാലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറന്ന് നടന്ന് മത്സരിച്ചിട്ടും 3-ാം സ്ഥാനത്ത് നിന്ന് ഇതുവരെ കയറ്റം കിട്ടാത്ത പാഴ് ജന്മമാണ് കെ സുരേന്ദ്രൻ. അങ്ങനെ ഒരാളെ മോഡി നിർദ്ദേശിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചേ തീരൂ. അത് ഭൂരിപക്ഷം കുറയ്ക്കാനാണെന്നും വിശ്വസിക്കണം. BJPയിൽ നിന്ന് വാങ്ങുന്ന പണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ പണം വാങ്ങിയ കാര്യം നാട്ടുകാരെ അറിയിക്കാനുള്ള മിനിമം ജാഗ്രതയെങ്കിലും റിപ്പോർട്ടറുടെയും മനോരമയുടെയും ലേഖകർ കാണിക്കേണ്ടിയിരുന്നു. കേരളത്തിൽ പോളിംഗിന് ഇനിയും 10-18 ദിവസമുണ്ട്. ഇനിയും ഇത്തരത്തിൽ പലതും നമ്മൾ കാണേണ്ടിയും വരും. ഇത്രയൊക്കെ ആയിട്ടും ഇവരുടെ അവകാശവാദങ്ങൾ നമ്മൾ സഹിച്ചേ തീരൂ. സ്വതന്ത്രവും നിഷ്പക്ഷവും നിഷ്കപടവുമായ ഉദാത്ത മാധ്യമപ്രവർത്തനമെന്ന ഘോരഘോരമായ തള്ള്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് BJP ആവർത്തിച്ച് പറയുന്നു. ഈ നിയമം നടപ്പാക്കാൻ പാടില്ലെന്ന് CPM നിലപാടെടുക്കുന്നു. CPMൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അക്കാര്യം ശക്തമായി പറയുന്നുമുണ്ട്. CAAയും UAPയെയും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവും അടക്കമുള്ള ജനദ്രോഹ നിയമങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ ധൈര്യം കാണിച്ച പാർട്ടിയാണ് CPIM. CPIM മാനിഫെസ്റ്റോ പുറത്തിറക്കിയതിൻ്റെ പിറ്റേന്ന് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തു വന്നു. അതിൽ ഈ ജനദ്രോഹ നയങ്ങളെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അക്കാര്യം ദേശാഭിമാനി പ്രധാന വാർത്തയാക്കിയപ്പോൾ UDF മുഖപത്രങ്ങളായി കാലാകാലമായി പ്രവർത്തിക്കുന്ന മലയാള മനോരമയും മാതൃഭൂമിയും ചെറുതും വലുതുമായ മറ്റനേകം പത്രങ്ങളും CAAയെക്കുറിച്ച് മൗനം പാലിച്ച കോൺഗ്രസിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല. ദേശാഭിമാനിയും ജനയുഗവും സിറാജും മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് വാർത്ത നൽകിയത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഒരിക്കലും അവർ തയ്യാറാവില്ല. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് കൂടുതൽ തുറന്നുകാട്ടപ്പെടുന്ന ഒരു വാർത്തയും ഈ പത്രങ്ങൾ നൽകില്ല. കോൺഗ്രസ് കാണിച്ച ഈ വഞ്ചനയെക്കുറിച്ച് ഒരു ചാനലും അന്തിച്ചർച്ച നടത്തില്ല. പൗരത്വ നിയമ ഭേദഗതി പോലെ തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് UDFന് തീവ്രവാദ സംഘടനയായ SDPI പിന്തുണ നൽകിയത്. അക്കാര്യവും ദേശാഭിമാനി പ്രധാന വാർത്തയാക്കിയപ്പോൾ കോൺഗ്രസിനെ രക്ഷിക്കാനായി മാധ്യമങ്ങൾ അവതരിച്ചു. മാതൃഭൂമിയിൽ വന്ന ഒരു വിശകലനം നോക്കൂ. വിശകലനത്തിന് തൊട്ടു താഴെ SDPI പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ ഒരു അഭിമുഖവുമുണ്ട്. SDPI പിന്മാറ്റം തന്ത്രപൂർവ്വം എന്ന തലക്കെട്ടുള്ള വാർത്തയിൽ ഇങ്ങനെ പറയുന്നു: കേന്ദ്രത്തിൽ BJP ഭരണം അവസാനിപ്പിക്കുകയാണ് നിലവിൽ സ്വപ്നം, SDPIയുടെ സ്വപ്നം. അതിന് പ്രതീക്ഷയുള്ളിടത്ത് തങ്ങളുടെ വിഹിതം എത്ര ചെറുതാണെങ്കിൽ കൂടി നൽകുക എന്നതാണ് ഇത്തവണ UDFനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ SDPI പിന്തുണ ഇരു മുന്നണികളും നിരസിക്കാറുണ്ട്. അവർ പിന്തുണയ്ക്കുന്നവരെ വിമർശനത്തിൻ്റെ മുന്നിൽ നിർത്താൻ മറുപക്ഷവും ശ്രമിക്കും. ഇത്തവണ തീവ്രമായ തള്ളിപ്പറയലോ കുറ്റപ്പെടുത്തലോ ഇല്ല. കിട്ടാവുന്ന വോട്ട് വേണ്ടെന്ന് വയ്ക്കാനുള്ള മണ്ടത്തം UDFനോ SDPIയെ വർഗീയ കക്ഷിയായി കുറ്റപ്പെടുത്തുന്നതിലൂടെ തീവ്രവികാരമുള്ള മുസ്ലിം വോട്ടർമാരെ പിന്തുണയ്ക്കാനുള്ള മൗഢ്യം LDFനോ ഇല്ല. ഇങ്ങനെ പോകുന്നു ആ വാർത്ത. എങ്ങനെയുണ്ട്? SDPI പിന്തുണ ലഭിക്കുമ്പോൾ UDFന് നഷ്ടമാകാൻ സാധ്യതയുള്ള വോട്ടുകൾ നിലനിർത്താനുള്ള അപാര ബുദ്ധി. കോൺഗ്രസിൻ്റെ ഏത് നേതാവിനാവും മാതൃഭൂമിയേക്കാൾ നന്നായി ഈ തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയുക? പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയർന്നപ്പോൾ കോൺഗ്രസ് ചുവട് മാറ്റിയതാണ്. പരസ്യമായി പിന്തുണ സ്വീകരിക്കില്ല, രഹസ്യമായി പിന്തുണച്ചോട്ടെ, ഞങ്ങളത് സ്നേഹത്തോടെ സ്വീകരിക്കുമെന്ന്. മുൻ നിലപാടും പുതിയ നിലപാടും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? UDFൻ്റെ പ്രകടനത്തിൽ SDPIക്കാർ പരസ്യമായി കൊടിയുമായി വരില്ലെന്ന് മാത്രം. RSSും SDPIയും അടക്കമുള്ള തീവ്രവാദി സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസ് പ്രതിസന്ധിയിലാവുമ്പോൾ KPCC പ്രസിഡന്റിനെ പോലെ പ്രവർത്തിക്കും മലയാള മനോരമയും മാതൃഭൂമിയും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ ലീഗുകാരോട് പച്ചക്കൊടിയുമായി വരരുതെന്ന് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം. ലീഗുകാരെ വിഷമിപ്പിക്കാതിരിക്കാൻ സ്വന്തം കൊടിയും പിടിക്കേണ്ടെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു. വർഷങ്ങളായി രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്വാതന്ത്ര്യപൂർവ്വ ബംഗാളിൽ ലീഗ് നയിച്ച ഗവൺമെൻറ്റിൽ ജനസംഘം നേതാവ് ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിയായിരുന്നിട്ടുണ്ട്. വിഭജനത്തിൻ്റെ പേരിൽ കോൺഗ്രസ് മന്ത്രിസഭ വിട്ടിട്ടും ശ്യാമപ്രസാദ് മുഖർജി മന്ത്രിസഭയിൽ തുടർന്നു. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലും തമിഴ്നാട്ടിലും അവർ മത്സരിക്കുന്നുണ്ട്. ലീഗ് നേതാക്കൾ എത്രയോ തവണ നിയമനിർമ്മാണ സഭകളിൽ അംഗമായി. കേരളത്തിൽ ലീഗ് നേതാവ് CH മുഖ്യമന്ത്രി വരെയായി. എന്നിട്ടും ലീഗിൻ്റെ പച്ചക്കൊടിക്ക് എന്തിനാണ് വിലക്ക്? അത് പാകിസ്ഥാൻ കൊടിയാണെന്ന് BJPക്കാർ പ്രചരിപ്പിക്കുന്നത് ഭയന്നാണ് കൊടിക്ക് പകരം പച്ച ബലൂണുമായി വരാൻ കോൺഗ്രസ് കൽപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ കൊടിയെപ്പോലും ഭയപ്പെടുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ ഒരു മാധ്യമത്തിലും വിമർശന വിധേയമായിട്ടില്ല. സമൂഹത്തിൽ ആണ്ടിറങ്ങിയ ഇസ്ലാമോഫോബിയ
കോൺഗ്രസിനെയും ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. BJP വിമർശനം ഭയന്ന് പച്ചക്കൊടി വിൽക്കുന്ന കോൺഗ്രസിന് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ലക്ഷ്യമിട്ട് BJP കൊണ്ടുവന്ന നിയമങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടാവുക? കോൺഗ്രസിൻ്റെ ഈ ബലഹീനത ഏതെങ്കിലും പത്രമോ ചാനലോ ചർച്ച ചെയ്തു? ഇല്ലെന്ന് തന്നെയാണ് അതിനുത്തരം. SDPIയുടെ പിന്തുണ CPIM-നും ലഭിച്ചിട്ടുണ്ടെന്ന് സമീകരിക്കാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ സ്മൃതി പരുത്തിക്കാട് എന്ന അവതാരക സംഘം ഒരു ശ്രമം നടത്തി. തെറ്റായ വിവരങ്ങൾ പാടുപെട്ട് ശേഖരിക്കുകയും ആധികാരികതയോടെ അബദ്ധങ്ങൾ വിളിച്ചു പറയാൻ ഔത്സുക്യം കാട്ടുകയും ചെയ്യുന്ന ആ അവതാരകയുടെ വാദം സഹ അവതാരക സുജയ പാർവതി പൊളിക്കുന്ന ദയനീയ ദൃശ്യവും നമ്മൾ കാണേണ്ടി വന്നു. അപ്പോൾ സമനില തെറ്റി ശബ്ദമുയർത്തി എന്തൊക്കെയോ വിളിച്ച് ആക്രോശിക്കുന്ന ആ അവതാരക നമ്മിൽ സൃഷ്ടിക്കുന്നത് സഹതാപം എന്ന വികാരം മാത്രം. രാഹുൽ ഗാന്ധിയുടെ ആസ്തി വളരെ ചെറിയൊരു തുകയാണ് പോലും. ഇതാ നോക്കൂ, വയനാട്ടിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളിൽ നിന്നാണ് ഇക്കാര്യം മാതൃഭൂമി പാടുപെട്ട് കണ്ടുപിടിച്ചത്. ഏതായാലും ഈ തലക്കെട്ട് വായിക്കുന്ന വായനക്കാർ 5-10 രൂപ പിരിവെടുത്ത് രാഹുൽ ഗാന്ധിക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വാർത്ത താഴോട്ടൊന്ന് നോക്കിയാൽ അറിയാം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തിയ ആസ്തിയുടെ മൂല്യം. എന്തിനായിരുന്നു വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെയൊരു തലക്കെട്ട്? അത് തിരഞ്ഞെടുപ്പാകുമ്പോൾ ഓരോ കീഴ്വഴക്കങ്ങളുണ്ടല്ലോ, അതെങ്ങനെ തെറ്റിക്കാനാവും? വ്യവസായ വകുപ്പിനെ നിരന്തരം വിമർശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന പത്രമാണ് മലയാള മനോരമ. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് കള്ളം പറയാൻ ഒരു എളുപ്പമില്ലാത്ത പത്രം. എന്നാൽ കെൽട്രോൺ എന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം 643 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലാഭമുണ്ടാക്കിയപ്പോൾ അത് മനോരമയ്ക്കെന്നല്ല ഒരു മാധ്യമത്തിനും വാർത്തയായില്ല. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പഴയ വരികൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.